ചങ്ങാതിമാരെ അവൽ വെച്ചൊരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയല്ല സംഭവം പൊളിയാട്ടോ. സ്കൂൾ കഴിഞ്ഞ് പിള്ളേർ വരുമ്പോഴേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കൻ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക. ആദ്യം തന്നെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. തീ പിടിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് നല്ല അവൽ മേടിച്ചിട്ട് ഇതിലിട്ടെങ്കിൽ മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ബീഫ് ഇടിച്ചത്, ഉണക്കസ്രാവിൻ്റെ അച്ചാർ, ചെമ്മീൻ റോസ്റ്റ്, ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്, അല്ല പേജ് കിടപ്പുണ്ട്. ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചാൽ ഏറ്റുമാനൂരുടെ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ. സൂപ്പർ അച്ചാറാണ്, ഒരു രക്ഷയില്ല സാധനം. അപ്പോഴേക്ക് അവലൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പില്ല നമ്മുടെ ക്യാഷിന് ഇട്ട് ആ സാധനം ഇതിലേക്ക് സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. സ്ലോ മോഷൻ ഇട്ട് കൊടുത്ത് അവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ട്, ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്കും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ. കാരണം വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി റൈറ്റ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കേട്ടോ. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേരൊക്കെ കുടിച്ചു താർക്കട്ടെ ഈ സാധനം. എന്നിട്ട് ഇവനെ ഒന്ന് മൂപ്പിച്ച ശേഷം ഇവനെ മാറ്റിയ ശേഷം ഉരുളി ഒന്ന് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് പാലങ്ങ് പൊട്ടിച്ചൊഴിക്കുക. പാലൊഴിച്ച ശേഷം അവനങ്ങ് തിളപ്പിക്കുക. പാലിനങ്ങ് ഇതുപോലെ നല്ലവണ്ണം അങ്ങ് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. പാലൊന്ന് കുറുക്കി ആ വെള്ളമയൊക്കെ ഒന്ന് മാറി കിട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ എൻ്റെ ചങ്ങാതി വരെ. അപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് തിളപ്പിച്ച് അവനൊന്ന് ഈ പരുവായി വരുമ്പോഴേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മാത്രമേ പഞ്ചസാര ഇടാവുള്ളൂ. ഓവർ പഞ്ചസാര ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു എന്നാ പറയുന്ന ഒരു തികട്ടലായിരിക്കും. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം അവനെ ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അവനങ്ങ് മാറ്റി വെച്ച ശേഷം അടുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് ഞാലിപ്പൂമ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ തൊലി പൊളിച്ച് കളയുക. എടുത്തൊരൊറ്റ ഏറ് ഇതുപോലെ ആകാശത്തൊക്കെ ഏറ് അതിൻ്റെ അവനെ ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്യാനുള്ള കലാപരിപാടി ചെയ്യുക. കണ്ടോ ഇതുപോലെ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ പഴമൊക്കെ അതിൻ്റെ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്നങ്ങ് കട്ട് ചെയ്യുക. കണ്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയല്ല എൻ്റെ ചങ്ങാതിമാരെ. ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ടൊന്ന് വാരി വിതറാനാണ് എൻ്റെ ചങ്ങാതിമാരെ കേട്ടോ. എന്നിട്ട് ഇത് ഏകദേശം ഇവനെ ഒന്ന് കുനുകുനാന്നൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒരു പരുവായി കഴിയുമ്പോഴേക്ക് ഇനി അടുത്ത ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കുക. അവലിട്ട ശേഷം അതിലേക്ക് പഴം കുനുകുനാന്നരിഞ്ഞെടുത്ത് പഴം ഇതുപോലെ ഇട്ട് കൊടുക്കുക. പഴം ഇട്ട ശേഷം അടുത്തത് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതൊരു സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പീനട്ട് ഉണ്ടെങ്കിൽ കുറച്ച് പീനട്ടും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ റോസ്റ്റ് ചെയ്ത അവൽ പിന്നെയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം പഴം കൂടെ കുനുകുനാന്നരിച്ച പഴം കൂടെ ഇട്ട് കൊടുക്കുക. പഴം കൂടെ ഇട്ട ശേഷം ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ആ സാധനം ഇതിന് മുകളിലേക്ക് ഇതുപോലെ വാരി വിതറുക. അതും കൂടെ ഇട്ട ശേഷം ആ തിളപ്പിച്ച പാലുണ്ടല്ലോ അത് തണുത്ത ശേഷം ആയാലും കുഴപ്പമില്ല, ഇനി ചൂടോടെ ആയാലും ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചേക്കാം. ഇതുപോലെ ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച ശേഷം ഇനി നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ അവലെ റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലേക്സ് പോലെ ഇരിക്കണം. അതായത് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന രീതിയിൽ വേണം കേട്ടോ. ഓവറായിട്ട് ഫ്രൈയിൽ ഡ്രൈ ആയി പോകും. എന്നിട്ട് പഴവും ഡ്രൈ ഫ്രൂട്ടും എല്ലാം കൂടി ഇട്ട് ഒന്ന് സെറ്റാക്കിയ ഗ്ലാസ് നിറച്ച് വരുമ്പോഴേ അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി വയ്ക്കുമ്പോഴേക്ക് ഗ്ലാസ് നിറഞ്ഞു. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇതുപോലെ ബൂസ്റ്റോ അല്ലെങ്കിൽ ബോൺവിറ്റോ ഏതെങ്കിലും ഒരു സാധനം ഇതുപോലെ കിട്ടുക. എന്നിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തം പിടിച്ചോ. ഇതുപോലത്തെ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഈ സാധനം ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ ഇളക്കി ഒരു പിടുത്തം പിടിച്ച സ്വർഗം മാമാ സ്വർഗം. അപ്പോൾ ഒന്നും നോക്കണ്ട, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റുകൾ വാരി വിതറ ചങ്ങാതി.